വെൽക്കം ടു ആർക്കെനെക്സ്. നമുക്കറിയാം ടെൻസ് അല്ലെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇത്തവണ നമ്മൾ പഠിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടെൻസുകളായിരിക്കും എടുക്കുന്നത്. അതും വളരെ ഷോർട്ടായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നിങ്ങൾ എങ്ങനെ സെന്റൻസ് എഴുതണം, അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു കാര്യം എങ്ങനെ എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എല്ലാ ലാംഗ്വേജും പോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാകും പ്രസന്റ് അല്ലെ, പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ്. അപ്പൊ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതിനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബേസിക്കലി എങ്ങനെ ഈ 3 ടെൻസിലും നമുക്കൊരു സെന്റൻസ് എഴുതാം എന്ന് പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾ ഇനി എത്ര ആഴത്തിലേക്ക് ഹിന്ദി പഠിച്ചിട്ടും കാര്യമുള്ളൂ. അപ്പൊ ഇതറിയാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് പഠിക്കാനും പറ്റില്ല. പിന്നെ നമുക്കൊരു സെന്റൻസ് എഴുതുന്ന സമയത്ത് നമുക്കൊരു കുറച്ചൊരു ബോധം കിട്ടും. എന്ത്, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത് അല്ലെ, ഞാൻ വരാം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഞാൻ വന്നു, ഞാൻ പോയി എന്ന് എങ്ങനെ പറയും. അപ്പൊ ഇതൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഴുതി, കുറച്ച് സെന്റൻസ് ഒക്കെ നമ്മൾ ക്രിയ വെച്ചാണ് എഴുതിയത് എന്നുണ്ടെങ്കിലും അതിൽ എന്തുണ്ടായിരുന്നു, പ്രസന്റ് ടെൻസ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രസന്റ് ടെൻസിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് അല്ലെ നമ്മൾ എഴുതുന്നത്. അപ്പൊ നോക്കൂ, വഹ് സ്കൂൾ ജാതാ ഹെ, അവൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പ്രസന്റ് ടെൻസ് ആണ്, അവൻ സ്കൂളിലേക്ക് പോകുന്നു. ഇനി നമുക്ക് പറയേണ്ടത് അവൻ സ്കൂളിൽ പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവൻ സ്കൂളിലേക്ക് പോകും. അവൻ സ്കൂളിലേക്ക് പോകും എന്നെങ്ങനെയാ നമ്മൾ എഴുതുക, വഹ് സ്കൂൾ ജായേഗ, അവൻ സ്കൂളിലേക്ക് പോകും. നമ്മൾ പറയില്ലേ, അവൻ പൊയ്ക്കോളും, അവൻ പോകും, വഹ് സ്കൂൾ ജായേഗ. ഇത് തന്നെ നമ്മൾ പാസ്റ്റ് ആയിട്ട് എങ്ങനെ പറയാം, പാസ്റ്റ് ടെൻസിലേക്ക് വഹ് സ്കൂൾ ഗയ, അവൻ സ്കൂളിലേക്ക് പോയി, അവൻ സ്കൂളിലേക്ക് പോയി, സ്കൂൾ ഗയ എന്ന് പറയാം അല്ലെ. ഇനി മറ്റൊരു ക്രിയ എടുത്തൊന്ന് എഴുതി നോക്കാം. വഹ് റോട്ടി ഖാത്താ ഹെ, വഹ് റോട്ടി ഖാത്താ ഹെ, വഹ് റോട്ടി ഖായേഗ. എങ്ങനെ വരും, റോട്ടി ഖായേഗ, ഖായേഗ. ഇനി വഹ് റോട്ടി ഖായ, വഹ് റോട്ടി ഖായ എന്ന് പറഞ്ഞാൽ കഴിച്ചു. ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരാള് കഴിക്കാണ്, കഴിക്കും, കഴിച്ചു, മനസ്സിലായോ? അതാണ് ഇപ്പൊ ഇവിടെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് പ്രസന്റ് ആണ്, ഇത് ഫ്യൂച്ചർ ആണ്, ഇത് പാസ്റ്റ് ആണ്, കഴിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിയയോടൊപ്പം ആരൊക്കെ ചേരുമ്പോഴാണ് ഈ ടെൻസ് തന്നെ മാറുന്നത് എന്ന കാര്യമാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, ഖ എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിക്കാന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിയ പഠിച്ചപ്പോ. കഴിക്ക എന്നതിനോടൊപ്പം ത എന്ന് ചേർത്തപ്പോൾ എന്തായി, ടെൻസ് പ്രസന്റ് ആയി മാറി. ഏതെങ്കിലും ഒരു ക്രിയ, ഇപ്പൊ ലിഖ്ത എന്ന് പറഞ്ഞാൽ തന്നെ ടെൻസ് എന്തായി, പ്രസന്റ് ആയി. അതേ ക്രിയയോടൊപ്പം ഏക, ലിഖേഗ, മനസ്സിലായോ, ലിഖേഗ, ഖായേഗ, ഖാഊങ്ക എന്നൊക്കെ വരുന്ന സമയത്ത് അതെന്തായി മാറി, അതെന്തായി മാറി, ഫ്യൂച്ചറായി മാറി. എന്ന് വെച്ചാൽ അത് പ്രവൃത്തി ചെയ്തിട്ടില്ല, അത് ചെയ്യും എന്നേ പറയുന്നുള്ളൂ. ഇനി വഹ് റോട്ടി ഖായ, വഹ് ഹോംവർക്ക് ലിഖ അല്ലെ, വഹ് പാട് ലിഖ എന്ന് പറഞ്ഞാൽ എന്താണ്, എഴുതി കഴിഞ്ഞു. അപ്പൊ നോക്കൂ, വഹ് റോട്ടി ഖായ. ഇനി അല്ലെങ്കിൽ ഉസ്നെ റോട്ടി ഖായ, അവൻ റോട്ടി കഴിച്ചു എന്നായി മാറി. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ 3 കാര്യങ്ങളും ഈ 3 ടെൻസുകളും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ്, എവിടെ എന്താണ് ക്രിയയുടെ അവസാനം വരുന്നത്, അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ഇതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ക്രിയ എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കാം. നോക്കൂ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെന്റൻസ് എഴുതി നോക്കാം. നോക്കൂ, ലഡ്ക
लड़का लड़का दूध पीता है. നോക്കൂ, ലഡ്ക ദൂത് പീത്താ ഹെ എന്നത് പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ ആൺകുട്ടി എന്താക്കാണ്? പാല് കുടിക്കുകയാണ്. അവിടെ വേണേ നമുക്ക് ബച്ചാന്നും കൊടുക്കാം കേട്ടോ. ലഡ്ക ദൂത് പിയേഗ. നോക്കൂ, പാല് കുടിക്കും. ഇനി ലഡ്ക ദൂത് പിയ. കണ്ടോ? അപ്പൊ ഇതെന്തായി? പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളൊന്ന് ക്രിയകൾ വെച്ച് എഴുതി നോക്കേണ്ടത്. സത്യത്തിൽ ഇപ്പോഴും നമ്മൾ ടെൻസിലേക്ക് കടന്നു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ക്രിയകൾ വെച്ചിട്ട് എങ്ങനെ വളരെ ബേസിക്കലി നമുക്ക് ടെൻസുകൾ അല്ലെ വളരെ എളുപ്പത്തിൽ മാറ്റി എഴുതാം എന്ന് വെച്ചാൽ പ്രസന്റ് ആണോ ഫ്യൂച്ചർ ആണോ പാസ്റ്റിലോ നിങ്ങൾക്ക് ഒരു സെന്റൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ എഴുതേണ്ട ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് എന്തിനാണ്? ഒരു കോൺവെർസേഷൻ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് അല്ലെ, ഇന്നലെ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഹേ എന്ന് വരില്ല. കാരണം ഇന്നലെ കണ്ടതാണ്. അവിടെ എന്തില്ല? അല്ലെ, കൽ ദേഖ, ഇന്നലെ കണ്ടു എന്ന് പറയുന്നു. അപ്പൊ അത്തരം കുറേ തെറ്റുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ഒന്ന് എഴുതി നോക്കുക. മനസ്സിലായല്ലോ? നിങ്ങൾ മറ്റ് ക്രിയകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ കുറച്ച് സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പ്രസന്റിലും ഫ്യൂച്ചറിലും പാസ്റ്റിലും ആക്കിയിട്ടൊന്ന് എഴുതി നോക്കുക. ക്രിയകളെ ഒന്ന് ഇങ്ങനെ മാറ്റി എഴുതി നോക്കിയാൽ തന്നെ കുറേ കാര്യങ്ങൾ ഐഡിയ കിട്ടും. അപ്പൊ ഇനിയും സെന്റൻസ് മേക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കാം. പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയവർക്ക് അങ്ങനെ വായിച്ച് ചെയ്തു നോക്കാം. അത് കൂടാതെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ വളരെ ചെറിയ ചെറിയ സെന്റൻസുകളായിരിക്കും ആ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളത്. അതുവഴി നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ച് വരാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.